ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. ഇന്ന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് EVS അഥവാ പരിസര പഠനമായിരുന്നല്ലേ ക്ലാസ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി മുതൽ 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കുള്ള വർക്ക്ഷീറ്റ് വീഡിയോയും ഇടുന്നുണ്ട്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇപ്പോൾ 3ാമത്തെ പാഠമാണല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിലേക്ക്, ദി റോഡ് ടു ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ പാഠം ഇന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞു തന്നതെല്ലാം നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വർക്കും തന്നിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അഹമ്മദാബാദ് സമരം, ചമ്പാരൻ സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് സ്ട്രൈക്ക്, കേദ സത്യാഗ്രഹ, ചമ്പാരൻ സ്ട്രൈക്ക്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1915 ജനുവരി 9 പ്രഭാതം. ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് പതിവിലേറെ ആളുകൾ ഒരു വിദേശ കപ്പലിന്റെ വരവും പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത്. ആ കപ്പലിൽ ഒരു വിശിഷ്ട വ്യക്തി എത്തുന്നു. അദ്ദേഹത്തെ കാണാനും സ്വീകരിക്കാനും എത്തിയതാണ് അവർ. കപ്പൽ തീരത്തണഞ്ഞു. നീണ്ടുമെലിഞ്ഞ ഒരു മനുഷ്യൻ നീളൻ കുപ്പായവും തലപ്പാവും അണിഞ്ഞിട്ടുണ്ട്. തികച്ചും സാധാരണ വേഷത്തിൽ അദ്ദേഹം കപ്പലിറങ്ങി വേഗം നടന്നു വരുന്നു. ആരാണ് ആ മഹാൻ? അതെ, ഗാന്ധിജി തന്നെ. ഇനി നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കാം. 9th January 1915 morning. An unusual crowd has gathered at Apollo Bandar Harbor, Bombay. People are waiting for the arrival of a foreign ship. An important person is arriving in the ship. All have come there to welcome him. The ship reached the shore. A tall, lean man in a long coat and turban walked out of the ship towards the crowd. Who is this great man? Yes, he is Gandhiji. അപ്പോൾ ഗാന്ധിജി കപ്പലിൽ നിന്ന് അപ്പോളോ ബാന്ദർ ഹാർബറിലേക്ക്, ബോംബെയിലുള്ള അപ്പോളോ ബാന്ദർ ഹാർബറിൽ ഇറങ്ങിയ ഒരു സന്ദേശമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. എന്നായിരുന്നു ഈ സംഭവം? 9th January 1915, 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ നോക്കൂ. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. ദേശഭക്തി ഗാനം പ്രസിദ്ധീകരിച്ചതിന് പത്രാധിപരെ വഴിയോരത്തെ മരത്തിൽ കെട്ടിത്തൂക്കി കൊന്നു. നികുതി വർദ്ധിച്ചു. പുതിയ നികുതികൾ ഏർപ്പെടുത്തി. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. നൗ ലുക്ക് അറ്റ് ദി കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ വെൻ ഗാന്ധിജി കെയിം ബാക്ക് ഫ്രം സൗത്ത് ആഫ്രിക്ക. ആർട്ടിസൻസ് ആൻഡ് വ്യൂവേഴ്സ് starving. Peasants live in misery. Students punished for singing patriotic songs. Editor hanged on a roadside tree for publishing patriotic song. Taxes increased. New taxes introduced. കൊളേജ് ശ്രദ്ധിച്ചല്ലോ. ബ്രിട്ടീഷുകാർ കൊന്നും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ചു. അവരുടെ ഏത് നിയമങ്ങൾ അനുസരിക്കാനും നമ്മൾ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യാഗ്രഹം പോലുള്ള പുതിയ സമരരീതികൾ സ്വീകരിച്ചു. എന്താണ് സത്യാഗ്രഹം എന്ന് നമുക്ക് നോക്കിയാലോ. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണ് അർത്ഥം. എന്താണ് സത്യത്തെ മുറുകെ പിടിക്കുക എന്നാണല്ലേ സത്യാഗ്രഹത്തിൻ്റെ അർത്ഥം. തെറ്റെന്ന് തോന്നുന്ന ഒന്നിനെയും അംഗീകരിക്കരുത്, എതിർക്കുകയും വേണം. ഇങ്ങനെ എതിർക്കുമ്പോഴും അക്രമം കാട്ടരുത്, അഹിംസ കൈവിടരുത് എന്നാണ് സത്യാഗ്രഹം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയുടെ ലളിതമായ ജീവിതം, ഹൃദ്യമായ സംസാരം, സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇടം തേടാൻ ഇത് ധാരാളമായിരുന്നു. ജനങ്ങൾ വൻതോതിൽ ഗാന്ധിജിയുടെ പിന്നിൽ അണിനിരന്നു. ഈ ജനപിന്തുണ ഗാന്ധിജിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർത്തി. തുടർന്ന് നിർമ്മാണപരവും അഹിംസയിൽ അടിയുറച്ചതുമായ ബഹുജന സമരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാറി. Did you examine the college? The British ruled India, threatening and killing the Indians. We were forced
to obey all their rules. Gandhiji exhorted the people to stand united against the harassment and injustice of the British rulers. He devised new means of protest like satyagraha for the fight against the British. എന്താണ് സത്യാഗ്രഹ എന്ന് നോക്കാം. സത്യാഗ്രഹ means holding on to truth, never accept anything evil, oppose it. However, do not use violence while opposing, never give up non-violence. അടുത്തതായിട്ട് ഗാന്ധിജിയെ കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജി's simple way of life, pleasing speech, this was enough for him to capture the minds of ordinary people. People supported him with great enthusiasm. This mass support raised him to the leadership of the Indian National Congress. Consequently, the Indian freedom struggle became a constructive mass movement rooted in non-violence. ആദ്യ സമരം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യ സമരം കർഷകർക്കായി. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. പിന്നീട് അവരിൽ നിന്നും അധിക നികുതിയും ഈടാക്കി. വിളവെടുപ്പ് കഴിയും തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങിത്താണു. ഇവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞു ഗാന്ധിജിയും അനുയായികളും ചമ്പാരൻ ഗ്രാമത്തിലെത്തി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു. അപ്പൊ ആദ്യത്തെ സമരം എന്താണ്? നമ്മൾ പറഞ്ഞല്ലേ, ചമ്പാരൻ സത്യാഗ്രഹമാണ്. അത് എവിടെയാണ് നടന്നത്? ചമ്പാരൻ ഗ്രാമത്തിലാണല്ലേ. എന്തിനു വേണ്ടിയാണ് നടന്നത്? കർഷകർക്ക് വേണ്ടിയാണല്ലേ. അതിന്റെ ഇംഗ്ലീഷ് മീഡിയം ഒന്ന് നോക്കാം. ദി ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ പീസൻസ്. The peasants of Champaran village in Bihar were in great misery. They were forced to cultivate indigo in most of their fields and sell it at a rate fixed by British landowners. Later, these British landowners levied excess taxes too. Thus, after each harvest, the farmers became more debt-ridden. Hearing about their hardships, Gandhiji and his followers reached Champaran. Then, Gandhiji led a satyagraha struggle against the British and set the peasants free from misery. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടീച്ചർ വീഡിയോ ആയിട്ടാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അടുത്തത് കൂടുതൽ സമരങ്ങൾ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റ് സമരങ്ങളാണ് കേദ സമരവും അഹമ്മദാബാദ് തുണിമിൽ സമരവും. വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവു ചെയ്യുവാൻ ആവശ്യപ്പെട്ടായിരുന്നു കേദ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം തൊഴിലാളികളുടെ കൂലി വർധനത്തിനു വേണ്ടിയും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ സത്യാഗ്രഹ സമരങ്ങൾ വിജയമായിരുന്നു. അപ്പം നമ്മളിവിടെ രണ്ട് സമരം കണ്ടു, കേദ സമരവും അഹമ്മദാബാദ് സമരവും. എന്തിനു വേണ്ടിയായിരുന്നു ഈ രണ്ട് സമരവും നടന്നത്? അഹമ്മദാബാദ് സമരം അഹമ്മദാബാദിൽ തുണിമില്ലിൽ നടന്ന സമരമായിരുന്നു. അത് എന്തിനു വേണ്ടിയായിരുന്നു? തൊഴിലാളികളുടെ കൂലി വർധനത്തിനു വേണ്ടിയായിരുന്നല്ലേ. അപ്പോൾ ഈ രണ്ട് സമരത്തിലും ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. മറ്റൊരു സമരമാണ് കേദ സമരം. അതെന്തിനു വേണ്ടിയായിരുന്നു? വിളവ് മോശമായ സമയത്ത് കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി ഇളവ് ചെയ്യുവാൻ വേണ്ടിയായിരുന്നല്ലേ. മോർ സ്ട്രഗിൾസ്. Some other struggles led by Gandhiji are the Keda Satyagraha and the Ahmedabad textile mill strike. The Keda Satyagraha demanded that the taxes imposed on peasants should be reduced when the yields are low. The Ahmedabad textile mill strike was for raising wages. All these satyagrahas led by Gandhiji were victorious. നമ്മൾ 3 സമരത്തെ കുറിച്ച് പഠിച്ചു. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽക്ക് സ്ട്രൈക്ക്, കേദ സത്യാഗ്രഹ ആൻഡ് ചമ്പാരൻ സത്യാഗ്രഹ. അഹമ്മദാബാദ് തുണിമിൽ സത്യാഗ്രഹം, കേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ആദ്യത്തെ വർക്ക് പട്ടിക പൂർത്തിയാക്കാമോ? സമരങ്ങൾ, ചമ്പാരൻ സത്യാഗ്രഹം, പ്രത്യേകതകൾ, കർഷകരുടെ ദുരിതങ്ങൾ, ഗാന്ധിജിയുടെ സത്യാഗ്രഹ പരീക്ഷണം, കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. അടുത്ത സമരം കേഡ സമരം. വർദ്ധിച്ച നികുതി കുറവ് ചെയ്യാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം വിജയിച്ചു. അടുത്ത സമരം അഹമ്മദാബാദ് തുണിമിൽ സമരം. തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി ഗാന്ധിജി നയിച്ചു. സമരം ജയിച്ചു.
അപ്പോൾ ഇത് കൂട്ടുകാരൻ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. നമുക്കിതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. Struggles, Champaran Satyagraha, special features, misery of peasants, Gandhiji Satyagraha experiment, hardship of peasants reduced, Keda Satyagraha to reduce the newly added tax, strike led by Gandhiji, it was successful, Ahmedabad strike to increase wages, strike led by Gandhiji, it was successful. അപ്പോൾ അടുത്തത് ക്രമ നമ്പർ 1 സമരം സ്ട്രഗിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വർഷം ഇയർ, സംസ്ഥാനം സ്റ്റേറ്റ്, പ്രത്യേകതകൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മളോട് ഇങ്ങനെ ബോക്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം 1917, ബീഹാർ 1917 ആണ് കേട്ടോ. അടുത്തത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് പ്രത്യേകതകൾ കർഷകരുടെ ദുരിതങ്ങൾ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമര പരീക്ഷണം. ഗാന്ധിജീസ് ഫസ്റ്റ് സത്യാഗ്രഹ എക്സ്പെരിമെന്റ് ഇൻ ഇന്ത്യ. നീലം കർഷകരുടെ വിഷമതകൾ കുറഞ്ഞു. ഹാർഷിപ്പ് ഓഫ് ഇൻഡിഗോ പ്രീസൻസ്. ക്രമ നമ്പർ 2 കേഡ സമരം, കേഡ സത്യാഗ്രഹ 1918. സംസ്ഥാനം സ്റ്റേറ്റ് ഗുജറാത്ത്. പ്രത്യേകതകൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് വർദ്ധിച്ച നികുതി കുറവ് ചെയ്യാൻ. ടു റെഡ്യൂസ് ന്യൂലി ആഡഡ് ടാക്സസ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. സ്ട്രൈക്ക് ലെഡ് ബൈ ഗാന്ധിജി. സമരം വിജയിച്ചു. ഇറ്റ് വാസ് സക്സസ്ഫുൾ. ക്രമ നമ്പർ 3 സമരം സ്ട്രഗിൾ അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് സത്യാഗ്രഹ. വർഷം ഇയർ 1918. സംസ്ഥാനം സ്റ്റേറ്റ് ഗുജറാത്ത്. പ്രത്യേകതകൾ സ്പെഷ്യൽ ഫീച്ചേഴ്സ് തൊഴിലാളികളുടെ കൂലി വർധനവിന് വേണ്ടി. ടു ഇൻക്രീസ് വേജസ്. ഗാന്ധിജി നയിച്ച സമരം. ലെഡ് ബൈ ഗാന്ധിജി. സമരം ജയിച്ചു. ഇറ്റ് വാസ് സക്സസ്ഫുൾ. അടുത്തതായിട്ട് നമ്മളോട് ക്വിസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചമ്പാരൻ എന്ന സ്ഥലം എവിടെയാണ്? വേർ ഈസ് ദി പ്ലേസ് കോൾഡ് ചമ്പാരൻ സിറ്റുവേറ്റഡ്? ബീഹാർ. അപ്പോൾ ഇംഗ്ലീഷും മലയാളം പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉള്ള കൂട്ടുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക, മലയാളം മീഡിയം ഉള്ള കൂട്ടുകാർ മലയാളം എഴുതിയെടുക്കണം കേട്ടോ. അടുത്തത്, എന്നായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്? വെൻ ഡിഡ് ദി ചമ്പാരൻ സത്യാഗ്രഹ ടേക്ക് പ്ലേസ്? ഇൻ 1917. 1917. അടുത്ത ക്വസ്റ്റ്യൻ, അഹമ്മദാബാദ് എവിടെയാണ്? വേർ ഈസ് അഹമ്മദാബാദ്? ഗുജറാത്തിലെ സബർമതി തീരത്തുള്ള പട്ടണം. എ ടൗൺ സിറ്റുവേറ്റഡ് അറ്റ് ദി ബാങ്ക്സ് ഓഫ് ദി റിവർ സബർമതി ഇൻ ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, തൊഴിലാളികളുടെ ഏത് ആവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം? വാട്ട് ഇഷ്യൂ ഓഫ് ദി ലേബറേഴ്സ് ലെഡ് ടു ദിസ് സത്യാഗ്രഹ? തുണിമില്ലിലെ തൊഴിലാളികളുടെ വേതന വർധനവുമായി ബന്ധപ്പെട്ട്. ഇറ്റ് വാസ് റിലേറ്റഡ് ടു റേസിംഗ് ദി വേജസ് ഓഫ് ദി ടെക്സ്റ്റൈൽ ലേബറേഴ്സ്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് കൂട്ടുകാരെ ക്വിസായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ടീച്ചർ എടുത്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും എത്രയും പെട്ടെന്ന് വർക്കുകളൊക്കെ ചെയ്ത് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.